Hello, good evening students. Welcome to the class of Information Technology, that is IT. So the last class we discussed about our fourth chapter, Microsoft Word 2010. We know that Microsoft Word is a word processing software released by Microsoft company. So it is known as Microsoft Word. It is also known as MS Word. Shortly we are calling MS Word. ഈ മൈക്രോസോഫ്റ്റ് എന്നറിയപ്പെടുന്ന കമ്പനി പല വേർഷനുകളായി MS ഓഫീസിന്റെ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആപ്പാണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് വേർഷനുകൾ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. MS ഓഫീസ് 98, MS ഓഫീസ് XP, MS ഓഫീസ് 2003, MS ഓഫീസ് 2007, MS ഓഫീസ് 2010, MS ഓഫീസ് 2013. ഇതൊക്കെ ഇതിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസുകളാണ്. ഈ വേർഷനുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് 2010 കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ സജിൽ സർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലക്കാണ് ഇന്ന് ഈ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഇതിൻ്റെ എഡിറ്റിങ്ങും അതേപോലെ തന്നെ ഡോക്യുമെൻ്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട ചില പോയിന്റുകളെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ടൂൾസുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബോർഡിലേക്ക് നോക്കുക. സാധാരണഗതിയിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് എടുക്കുന്ന ക്ലാസ്സുകൾ ഇന്ന് നമ്മളിതാ ബോർഡിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇതിലെ ചില ടൂൾസുകളെ കുറിച്ച് നമ്മൾ പഠിക്കുക. അപ്പോൾ ഞാൻ പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഐ ജസ്റ്റ് ഡ്രോൺ മോണിറ്റർ ഹിയർ. നമ്മളൊരു കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ മോണിറ്റർ ഞാൻ എന്ത് ചെയ്തിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ എല്ലാ ടൂൾസുകളും രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ടൂൾസുകൾ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബോർഡിലേക്ക് ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാം എല്ലാവരും. ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലേ ഔട്ട് ബാറിനെ കുറിച്ചാണ്. എന്താണ് ലേ ഔട്ട് ബാർ? ലേ ഔട്ട് ബാറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ലേ ഔട്ട് ബാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാക്കാന്ന് മാത്രമല്ല, അത് എവിടെയാണ്, എന്താണ് അതിന്റെ യൂസേജ് എന്നുള്ളതും കൂടി വളരെ ഈസി ആയിട്ട് പഠിച്ചു വെക്കുക, അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറേ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യൽ മാത്രമല്ല, ഇത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് നമ്മളത് പഠിച്ചെടുക്കുക, ചെയ്ത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ MS വേർഡ് പഠിച്ചു കഴിയുന്നതോടുകൂടി ഒരു ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ഇത് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രാപ്തരായിരിക്കണം. ഓക്കെ, റെഡി അല്ലേ നിങ്ങൾ? അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു, നമ്മളിന്ന് പറയാൻ പോകുന്നത് ലേ ഔട്ട് ബാറിനെ കുറിച്ചാണ്. ലേ ഔട്ട് ബാർ എവിടെയാണ്? ഈ സ്ക്രീനിൽ ലേ ഔട്ട് ബാർ എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അത് എവിടെയാണ് നമ്മൾ അതിന്റെ ലൊക്കേഷൻ എന്ന് പറയാൻ പോകും. അപ്പൊ ദ ലേ ഔട്ട് ബാർ ഈസ് ലൊക്കേറ്റഡ് ദ ബോട്ടം റൈറ്റ് സൈഡ് ഓഫ് ദ വിൻഡോ. വിൻഡോയുടെ ബോട്ടം റൈറ്റ് സൈഡിലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ വിൻഡോ. വിൻഡോയുടെ ബോട്ടം എന്ന് പറഞ്ഞ താഴ് ഭാഗത്താണ് ആൻഡ് റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡാണ്. അപ്പൊ ആ റൈറ്റ് സൈഡിൽ താഴെ കൊടുത്തിരിക്കുന്ന 1, 2, 3, 4, 5 കീസ് കാണാൻ പറ്റും. നമ്മുടെ ടെക്സ്റ്റ് ബുക്സിൽ നമ്മൾ പിക്ചർ കാണുന്ന സമയത്ത് താഴെ സൂം എന്ന് പറയുന്ന ഒരു ഏരിയ കൊടുത്തിട്ടുണ്ടാവും. സൂം നമ്മുടെ ഹെഡിങ് എഴുതിയിട്ടുണ്ടാവില്ല, പകരം അവിടെ ഒരു 200% കൊടുത്തിട്ട് ഒരു ബാർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ സ്ക്രീന് സൂം ചെയ്യാനും അത് കുറക്കുന്നതിനും വേണ്ടിയിട്ടുള്ള. അതിന്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ഒരു 5 ബട്ടണുകൾ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ലേ ഔട്ട് ബാർ എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ലേ ഔട്ട് ബാർ എന്ന് പറയുന്നത്? യെസ്, ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേ ഔട്ട് ബാർ. പലതരത്തിലുള്ള ലേ ഔട്ട് ബാറുകളുണ്ട്. അപ്പൊ ഈ ബാറുകൾ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് പ്രിന്റ് ലേ ഔട്ടാണ്. ഇത് ഓരോ പേജിന്റെ സെറ്റപ്പാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേജിന്റെ സെറ്റപ്പുകളാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 1, 2, 3, 4, 5 ഈ 5 ലേ ഔട്ട് ബാറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും പേര് പഠിച്ചു വെക്കാൻ. ഓക്കെ, അപ്പൊ ഈ ഒന്നാമത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇതിന് നമ്മൾ പറയുന്ന പേര് പ്രിന്റ് ലേ ഔട്ട് എന്നാണ്.
പ്രിന്റ് ലേഔട്ട്. ലേഔട്ട് ബാർ ആണ് അതിൽ ഒന്നാമത്തത്, പ്രിന്റ് ലേഔട്ട് ബാർ. ഓക്കെ, രണ്ടാമത്തെ പേര് ഫുൾ സ്ക്രീൻ റീഡിംഗ് ആണ്. ഫുൾ സ്ക്രീൻ റീഡിംഗ് ആണ് രണ്ടാമത്തത് എന്ന് പറയുന്നത്. ഫുൾ സ്ക്രീൻ ആണ്. മൂന്നാമത്തത് വെബ് ലേഔട്ട് ആണ്. ഇതിന്റെ അടുത്ത് തന്നെ നമ്മൾ അവിടെ ഒരു ബോൾ പോലെ ബ്ലൂ കളറിൽ കാണാൻ പറ്റും. അത് വെബ് അല്ലെ, അത് ഇന്റർനെറ്റിനെ കണക്ട് ചെയ്യുന്നവര്, ഇന്റർനെറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ വെബ് ലേഔട്ട് എന്ന് പറയുന്നത്. വെബ് ലേഔട്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇത് ഔട്ട്ലൈൻ ആണ്. ഔട്ട്ലൈൻ ലേഔട്ട്. ഇത് ഡ്രാഫ്റ്റ് ആണ്. ഡ്രാഫ്റ്റ്. ഓക്കെ, അപ്പൊ ലേഔട്ട് ബാർ ഈസ് located on the bottom right side of the window just before zooming slider. ഈ സൂമിംഗ് സ്ലൈഡറിന്റെ തൊട്ടടുത്തായിട്ട്, നേരത്തെ പറഞ്ഞു ഇതിന്റെ ഇപ്പുറത്ത് എന്തുണ്ട്, ഇവിടെ സൂമിംഗ് സ്ലൈഡറും കൂടി ഉണ്ട്. ഓക്കെ, ആ സൂമിംഗ് സ്ലൈഡറിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പുസ്തകം ഇങ്ങനെ മറച്ചു വെച്ച പോലെ അല്ലെങ്കിൽ പേജുകൾ ലൈൻ ഇട്ട പോലെ കാണുന്ന ഒരു ബാർ ഉണ്ട്. അതിനെയാണ് നമ്മൾ ലേ ഔട്ട് ബാർ എന്ന് പറയുന്നത്. There are different types of layout bar: print layout, full screen reading, web layout, outline and draft. ഇനി എന്താ ഇതിന്റെ ഉപയോഗം? It helps to determine on which layout the current page should appear. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്, അതിന്റെ പേജ് ഏത് ലേ ഔട്ടിലാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ ഇതിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ഫിക്സ് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ, അതിനുപയോഗിക്കുന്ന ബാറാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഓൺ ആക്കുന്ന സമയത്ത് ഈ താഴെ കാണുന്നത്. ജനറൽ ആയിട്ട് നമ്മൾ പ്രിന്റ് ലേ ഔട്ട് ആണ് ഉപയോഗിക്കാറുള്ളത്. നമ്മൾ ചെയ്ത വർക്കുകൾ ഫുൾ സ്ക്രീൻ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുൾ സ്ക്രീൻ റീഡിംഗ് എടുക്കാൻ പറ്റും. വെബിന്റെ സഹായത്തോടെയുള്ള ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വെബ് ലേ ഔട്ട്, അതേപോലെ ഔട്ട്ലൈന്, ഡ്രാഫ്റ്റ്. എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ ആ ഡ്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള പേജ് ലേ ഔട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഒരു 5 ടൈപ്സ് ഓഫ് ലേ ഔട്ടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ടോട്ടൽ ഈ പോയിന്റ്സിനെയാണ്, ഈ സെറ്റ് ഓഫ് കീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേ ഔട്ട് ബാർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ലേ ഔട്ട് ബാർ. ഓക്കെ, എന്താ ഇതിന്റെ യൂസേജ് മനസ്സിലായല്ലോ? ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ഓൺ വിച്ച് ലേ ഔട്ട് ദ കറന്റ് പേജ് ഷുഡ് അപ്പിയർ. ആ കറന്റ് പേജ് ഏതാണ് അപ്പിയർ ചെയ്യുന്നത്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ബാറാണ് അല്ലെങ്കിൽ കീസ് ആണ് നമ്മൾ ലേ ഔട്ട് ബാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നോക്കുക. ഇനി നമ്മൾ ഇതിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പോകും. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞല്ലോ, ഫയൽ എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ നെക്കി കഴിഞ്ഞാൽ ഈ ഫയൽ ബട്ടൺ ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ കീസ് ഇതിൽ ഓൺ ആയി വരും. അതിൽ ന്യൂ എടുത്തിട്ടാണ് നമ്മൾ പുതിയൊരു പേജ് ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു പുതിയ പേജാണ്, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനാണ്. ആ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലുള്ള പുതിയൊരു പേജ് ഓപ്പൺ. എ ന്യൂ പേജ് ഈസ് ഓപ്പൺ ഹിയർ. ഓക്കെ, ഇൻ ദിസ് പേജ് വി വാണ്ട് ടു ടൈപ്പ് സംതിങ്. അപ്പൊ ഞാനിത് ആ കീബോർഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ കീബോർഡ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ടൈപ്പ് ചെയ്യാണ്. എനിക്ക് ആവശ്യമുള്ള ഒരു മാറ്റർ ടൈപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ വരും അല്ലേ. നമ്മൾ ആ ടൈപ്പ് ചെയ്യുന്ന നമ്മൾ കീബോർഡിൽ, when we are typing in the keyboard we can see the letters are appearing in the monitor. അത് ഓരോന്നും ഇവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ നമ്മള് ഒരു സംഭവം ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെന്റൻസ് ഇവിടെ ടൈപ്പ് ചെയ്യണം. എന്താ എഴുതേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചെറിയൊരു സംഭവം, മുംബൈ ഇന്ത്യൻസ് won the IPL trophy of 2020. ഇങ്ങനെ ഒരു സെന്റൻസ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചു. ഓക്കെ, ഈ 2020 IPL കിരീടം മുംബൈ ഇന്ത്യൻസ് ആണ് സ്വന്തമാക്കിയത്. ട്രോഫി വോൺ ബൈ മുംബൈ ഇന്ത്യൻസ് എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചു. ഓക്കെ, ഈ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, ദിസ് ഏരിയ ഈസ് നോൺ ആസ് വർക്ക് സ്പേസ്. ഇവിടെ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ നമ്മൾ കാണും, ഈ ഒരു ഏരിയ, ഇത്രയും ഏരിയയിലാണ് നമ്മൾ നമ്മുടെ എഡിറ്റിംഗ്, നമ്മുടെ റൈറ്റിംഗ്, നമ്മുടെ ഫോട്ടോസ്, നമുക്ക് എന്താണോ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട വർക്കുകൾ MS വേർഡിൽ നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏരിയ. ദിസ് ഏരിയ ഈസ് നോൺ ആസ് വർക്ക് സ്പേസ്. ഇതാണ് നമ്മുടെ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. എന്തായാലും പേര് വർക്ക് സ്പേസ്. ഓക്കെ, ക്ലിയർ അല്ലേ? വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ വർക്ക് സ്പേസ്, യെസ്,
Workspace is the work area. Workspace is the work area. Then it is also known as text area. It is also known as text area. ഇതിന്റെ മറ്റൊരു പേരാണ് ടെക്സ്റ്റ് ഏരിയ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ടെക്സ്റ്റ് ഏരിയ. അപ്പൊ ടെക്സ്റ്റ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ അവിടെ വരുന്നതുകൊണ്ടാണ് അതിനെ ടെക്സ്റ്റ് ഏരിയ എന്നും കൂടി പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ ഇറ്റ് ഈസ് ദ മാറ്റർ വൈൽ ടൈപ്പിംഗ് അപ്പിയേഴ്സ് ഹിയർ. നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് പ്രത്യക്ഷപ്പെടുന്നത് ഈ ഒരു വർക്ക് സ്പേസിലാണ്, ഈ ടെക്സ്റ്റ് ഏരിയയിലാണ്. എന്നിട്ട് എന്തിനൊക്കെ ഉപയോഗിക്കും? യു ക്യാൻ റൈറ്റ്, എഡിറ്റ്, ഫോർമാറ്റ്, അലൈൻ ആൻഡ് ഡിസൈൻ യുവർ വർക്ക്സ് ഹിയർ. നമ്മുടെ വർക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഡിസൈൻ ചെയ്തിട്ട് ഏത് ഫോർമാറ്റിൽ ഏത് ഡിസൈനിലാണോ നമുക്ക് വേണ്ടത് ആ രൂപത്തിൽ ഇതിനെ കൊണ്ടുവരാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഏരിയയാണ് വർക്ക് സ്പേസ് ഓർ ടെക്സ്റ്റ് ഏരിയ എന്നറിയപ്പെടുന്നത്. ഓക്കെ, റെഡി അല്ലേ? ഇനി അടുത്ത ടാബിലേക്ക് പോകാം. നമുക്ക് ഇവിടെ നമ്മുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നമുക്ക് ഓരോ സ്പെഷ്യൽ കീസ് ഉണ്ട്, ഓരോ ഫൗണ്ടേഷൻ കീസ്. നമ്മൾ ആദ്യം ഫയലിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇതിലെ രണ്ടാമത്തെ കീസിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. എന്താ കീന്റെ പേര് അറിയോ? ഹോം. എന്താ കീന്റെ പേര്? ഹോം. ഹോം ടാബ് ആണ്. ഹോം ടാബ്. ദ ഹോം ടാബ് ക്യാരീസ് ഓൾ ദ നെസസറി ടൂൾസ്. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഈ മൈക്രോസോഫ്റ്റ് വേർഡ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കീസും ഉൾപ്പെടുന്നത് ഏതിലാണ്? ഹോം എന്ന് പറയുന്ന ഈ ടാബിലാണ്. ഹോം എന്ന് പറയുന്ന ഈ ടാബിലാണ്. അപ്പൊ ഈ ഹോം എന്ന് പറയുന്ന ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കി, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഓപ്പൺ ആയി വരുന്ന കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. 4 പ്രധാനപ്പെട്ട ടൂൾസുകളാണ് ഓപ്പൺ ആയി വരിക. ഒന്ന് ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽസ്. നമുക്ക് ഇതിനെ കുറിച്ചാണ്, ഈ ഫോണ്ടിനെ കുറിച്ചാണ് ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഹോം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് when we are click on the home button, what will happen? Yes, many other tools will appear in our monitor or in the Microsoft Word. What are they? They are clipboard, font, paragraph and styles. Okay, these are the important tools appearing in the home button. Yes, the home tab carries all the necessary tools for formatting and editing documents. നമ്മൾ ചെയ്യുന്ന ഡോക്യുമെന്റ്സ്, ആ ഡോക്യുമെന്റ്സ് എഡിറ്റ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് നെസസറി ടൂൾസ് എവിടെയാണുള്ളത്? ഹോം ടാബിലാണുള്ളത്. ഹിയർ ടൂൾസ് ആർ ഡിസ്പ്ലേഡ് ജസ്റ്റ് ലൈക്ക് ഐറ്റംസ് ഡിസ്പ്ലേഡ് ഇൻ എ സൂപ്പർ മാർക്കറ്റ് ഓൺ ഡിഫറെന്റ് ഷെൽഫ്സ്. ഇവിടെ ഓരോ ബട്ടണും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സൂപ്പർ മാർക്കറ്റിലെ ഷെൽഫിൽ ഒരുപാട് സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് ഓരോന്നും എന്ത് ചെയ്തിട്ടുള്ളത്? അവിടെ കീപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ അഡ്വാൻസ്ഡ് ഫീച്ചർ ഓഫ് മൈക്രോസോഫ്റ്റ് വേർഡ് 2010. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജും കൂടിയാണത്. All the tools for text formatting are available on this ribbon under Home tab. ഈ ഹോം ടാബ്, ഈ റിബൺ എന്നുള്ള സാധനം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. എ സെറ്റ് ഓഫ് ടാബ്സിനെയാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിംഗിൾ ആയിട്ടുള്ള ടാബുകളാണെങ്കിലും ഇതിൽ ഓരോന്നിന്റെ ഉള്ളിലും നമുക്ക് ഒരുപാട് ടൂൾസുകളെ കുറിച്ച് പഠിക്കാനുണ്ട്, ഓരോന്നും അറിയാനുണ്ട്. നമുക്ക് നമ്മുടെ സാധനം ഫോർമാറ്റ് ചെയ്യുമ്പോൾ, ഡിസൈൻ ചെയ്യുമ്പോൾ, നമ്മൾ ആ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിനെ ഏതൊക്കെ ഫോർമാറ്റിലേക്കും സ്റ്റൈലിലേക്കും കൊണ്ടുവരണം എന്നുള്ളതൊക്കെ നമ്മൾ ഇതിലുള്ള ടൂൾസുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് 5 ഗ്രൂപ്സ്: ക്ലിപ്ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽ ആൻഡ് എഡിറ്റിംഗ്. ലാസ്റ്റ് ഒരു എഡിറ്റിംഗ് എന്ന് പറയുന്ന ബോക്സും കൂടി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ചെയ്ത വർക്കുകൾ അവസാനം എന്തെങ്കിലും മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇതിലെ ഫോണ്ട് ഗ്രൂപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഫോണ്ട് ഗ്രൂപ്പിലേക്ക് നോക്കല്ലേ. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഫോണ്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഫോണ്ട്. അപ്പൊ ഹോം എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ അപ്പിയർ ആവുന്ന പ്രധാനപ്പെട്ട ടാബുകളാണ് ക്ലിപ്ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽ ആൻഡ് എഡിറ്റിംഗ്. ഓക്കെ, ഈ ഒരു 5 ടാബ്സുകൾ ഇവിടെ ഓൺ ആയി വരും. ഇതിൽ ഫോണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫോണ്ട് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ നമ്മൾ ഹോം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പിയർ ആയി വരുന്നു. നമ്മുടെ മോണിറ്ററിൽ, നമ്മുടെ സ്ക്രീനിൽ ഇത് അപ്പിയർ ആവുന്നു. അപ്പൊ ഈ ഫോണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഇതിന്റെ ഉള്ളിൽ ഒരുപാട് ടൂൾസുകൾ ഇവിടെ ഉണ്ടാവും. ആ ടൂൾസ് ഒന്നും കൂടി മാക്സിമൈസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തൽക്കാലം ഇതിന്റെ പുറത്തേക്ക് അതൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്.
ഇത് ഈ ഒരു ഏരിയയിലാണ് ഇത് അപ്പിയർ ആവുക. നമ്മൾ അത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ താഴേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ടൂൾസുകൾ ഇതിൽ ഓപ്പൺ ആവുന്നു. ഇതിൽ ചില ബേസിക് ആയിട്ടുള്ള സംഗതികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു. അപ്പൊ നമ്മൾ ഇവിടെ ടൈംസ് ന്യൂ റോമൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെയൊക്കെ ഭാഗത്ത് ഇവിടെ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്ന സാധനം അതിനൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ടാവും അല്ലെ? നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ലെറ്റേഴ്സിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ടാവും. അതിൽ നിന്ന് മാറി നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ഇഷ്ടമുള്ള ഫോണ്ടിന്റെ സ്റ്റൈലുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ടൈംസ് ന്യൂ റോമൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് നമ്മൾ ചെയ്യും. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓരോ ലെറ്റേഴ്സും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അച്ചടി ഭാഷ എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഇന്ത്യ ഈസ് മൈ കൺട്രി, ഇങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ്, ഇങ്ങനെ ഒരു സെന്റൻസ് നമ്മൾ എന്ത് ചെയ്തു? ടൈപ്പ് ചെയ്തു. നമ്മള് നമ്മുടെ കീബോർഡിൽ ടൈപ്പ് ചെയ്ത സെന്റൻസ് ആണ്. അപ്പൊ ഈ സെന്റൻസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ സെന്റൻസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ഈ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, ഈ ബട്ടൺ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലിസ്റ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾ കാണണ്ടല്ലോ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ലിസ്റ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ അതില് ഏരിയൽ ബ്ലാക്ക് അങ്ങനെ ഒരുപാട് വേർഡ്സും ആ ഓരോ പേരിന്റെയും നേരെ അതിന്റെ സ്റ്റൈലും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റൈല് നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ സെലക്ട് ചെയ്യുന്ന സ്റ്റൈലിലേക്ക് എന്ത് ചെയ്യും? ഇത് മാറിയിട്ട് വരും. അപ്പൊ നമ്മൾ ഏത് സ്റ്റൈലാണോ ഉപയോഗിക്കുന്നത് ആ സ്റ്റൈലിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? അത് മാറി വരുന്നു. അപ്പൊ നമ്മുടെ ഏത് രൂപത്തിലാണോ നമുക്ക് വേണ്ടത് അതേ ഫോർമാറ്റിലേക്ക് നമ്മളുടെ വർക്കിനെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇന്ത്യ ഈസ് മൈ കൺട്രി, അതിന്റെ ആ ഒരു ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ മാറ്റി, അതിന്റെ ഒരു സ്റ്റൈല് നമ്മൾ മാറ്റി, അതിന്റെ ഹാൻഡ് റൈറ്റിങ് അതൊരു കർസീവ് രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുപോകുന്നു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ. അപ്പൊ ഇങ്ങനെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഇതിലുണ്ട്. ഓക്കെ, ഇനി നോക്കി ഇതിന്റെ ഒരു സൈസ് കണ്ടില്ലേ? ഈ സൈസ് നമുക്ക് ഇതൊരു ഹെഡിങ് ആണെങ്കിൽ ഇത് കുറച്ചും കൂടി വലിയതാക്കണമെങ്കിൽ അല്ലെങ്കിൽ ചെറുതാക്കണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്തിനാണോ മാറ്റങ്ങൾ വരുത്തേണ്ട എഡിറ്റ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, 12 എന്ന് പറയുന്ന നമ്പർ. അതിന്റെ അടുത്തൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമ്പറുകൾ വരും. ഓക്കെ, അപ്പോ നമ്പറിന്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഫോണ്ടിന്റെ സൈസ് എന്ത് ചെയ്യും? ഈ ലെറ്റേഴ്സിന്റെ സൈസ് കുറഞ്ഞു വരും. ഓക്കെ, ഇവിടെ നമ്പർ കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ സൈസ് കൂടി വരും. അപ്പൊ ഞാൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഒരു 12 എന്നുള്ളത് 16 ആണെങ്കിൽ ഇതെന്ത് ചെയ്യും? കുറച്ചുകൂടി ബിഗ് ആയിട്ട് വരാൻ തുടങ്ങും. സാർ മനസ്സിലായല്ലോ? അപ്പോ അതിന്റെ സൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻ ആണെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു 3 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാൻ പോകും. ഇവിടെ ഒരു BIU കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും ഈ മൈക്രോസോഫ്റ്റ് വേർഡ് പുതുതായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനും അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും പഠിച്ച ആളുകളെ വീണ്ടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനും കൂടി വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, ലുക്ക് ഹിയർ. ബി എന്താ? ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ബി മീൻസ് ബോൾഡ് ആണ്. നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ള ഒരു സെന്റൻസിനെ നമുക്ക് ബോൾഡ് ആക്കി മാറ്റണം എന്ന് കരുതുന്നത്. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇന്ത്യ എന്ന് പറയും. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബോൾഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേർഡ് എന്തായി മാറും? അത് തിക്ക് ആൻഡ് ബ്രൈറ്റ് ആയിട്ട് മാറും. തിക്ക് ആൻഡ് ബ്രൈറ്റർ. സോ ബോൾഡ് വി ആർ യൂസിങ് ദ കീ ബോൾഡ് ടു തിക്ക് ആൻഡ് ബ്രൈറ്റ് എ വേർഡ് ഓർ സെന്റൻസ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന വേർഡ് ആയിക്കോട്ടെ സെന്റൻസ് ആയിക്കോട്ടെ അതിനെ ഒന്നും കൂടി ബ്രൈറ്റും തിക്കും ആക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബോൾഡ്. അപ്പൊ നമ്മൾ ഇതിനെ ബോൾഡ് ആക്കി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ബി എന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്ഥാനത്ത് എന്ത് വരും? ഇതൊന്നും കൂടി ബോൾഡ് ആയിട്ട് വരും. അപ്പൊ അയ്യൊക്കെ ഒന്ന് കട്ടി കൂടി നല്ല തെളിച്ചത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇത് വരും.
യെസ്, ഇന്ത്യ ഒന്നും കൂടി എന്ത് ചെയ്തു, ബോൾഡ് ആയിട്ട് വരിക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി തിക്കാവും, ബ്രൈറ്റർ ആയിട്ട് മാറും. ഓക്കെ, അനദർ വൺ ഐ എന്ന് പറയുന്ന ഈ ഒരു കീ ആണ് നമ്മൾ ഇത് സെലക്ട് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേർഡ് ഒന്നും എന്ത് ചെയ്യും, നമ്മുടെ സെന്റൻസോ അല്ലെങ്കിൽ വേർഡ് ആണെങ്കിൽ അതിന് ചെറിയൊരു ചെരിവ് സംഭവിക്കും. അതിനാണ് നമ്മൾ ഇറ്റാലിസൈസ് എന്ന് പറയും, ഇറ്റാലിസൈസ്. അപ്പൊ ഇറ്റാലിക്കിലേക്കാക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില പ്രധാനപ്പെട്ട സംഗതികൾ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ശ്രദ്ധിക്കപ്പെടേണ്ട ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യെസ്, ഇങ്ങനെയുള്ള ഫോർമാറ്റുകൾ ഉപയോഗിക്കുക. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ എന്ന് എഴുതുമ്പോ ആ ഇന്ത്യ എന്നുള്ളത് എന്ത് ചെയ്യും, കുറച്ച് ചെരിഞ്ഞിട്ടായിരിക്കും വരിക എന്നാണ്. ഒന്ന് ചെരിഞ്ഞ്, അതായത് താഴോട്ട് പോവാന്നല്ല, നേരെ എഴുതിയിരിക്കുന്നതിന് പകരം അതിനെങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് ചെരിച്ച് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതിന് കുറച്ച് ചെരിവ് സംഭവിച്ചിട്ടുണ്ടാവും. അതാണ് ഇറ്റലിസൈസ് എന്ന്, അതാണ് ഐ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു ലൈന് കൊടുത്തിട്ടുണ്ട്, അണ്ടർലൈൻ ആണ്. ഞാനിതാ ഇന്ത്യ എന്ന് വേർഡ് സെലക്ട് ചെയ്തിട്ട് യു എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ താഴെ എന്ത് വരും, ഒരു അണ്ടർലൈൻ വരും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ തന്നെ പോയി ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പ്യൂട്ടറിൽ ചില ഷോർട്ട് കീസ് ഉണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വേർഡ് സെലക്ട് ചെയ്തിട്ട് അവിടെ കൺട്രോൾ എന്ന് പറയുന്ന ബട്ടണും ഈ ബിയും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, കൺട്രോൾ പ്ലസ് ബി അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത വേർഡ് എന്താവും, ബോൾഡ് ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ? അതേപോലെ തന്നെ കൺട്രോൾ പ്ലസ് ഐ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേർഡ് എന്തായിട്ട് മാറും, അത് ഇറ്റാലിക് ആയിട്ട് മാറും, അത് ചെരിഞ്ഞിരിക്കും. അതേപോലെ തന്നെ കൺട്രോൾ പ്ലസ് യു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേർഡ് എന്തായിട്ട് മാറും, അത് അണ്ടർലൈൻ ആയി മാറും. ആ വേർഡിന്റെ താഴെ അണ്ടർലൈൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കീസും ഇതിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ ആണല്ലോ. BIU എന്ന് പറയും. വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മള് പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണം കൂടി പറയാം. ഇനി ഇതിന്റെ ഇപ്പൊ നമ്മള് ഫോണ്ടിന്റെ സൈസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാന്നുള്ളത് ഇവിടെ പറഞ്ഞു. നമ്മള് ആ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്ത് നമ്മൾ പഠിച്ചത്. അപ്പൊ ഫോണ്ട് സൈസിന്റെ ഈ 12 എന്ന് പറയുന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ലിസ്റ്റ് എന്ത് ചെയ്യുന്നു, താഴോട്ട് ഇറങ്ങി വരും. അപ്പൊ ആ ലിസ്റ്റിൽ കുറെ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ നമ്മൾ ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സൈസും ഫോണ്ടിന്റെ സൈസും കൂടി വരും, കുറയുന്നതിനനുസരിച്ച് ഫോണ്ടിന്റെ സൈസ് കുറഞ്ഞു വരും. അങ്ങനെ ഫോണ്ടിന്റെ സൈസ് കൂട്ടുന്നതിനും കുറക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് അതിന്റെ ഫോർമാറ്റ്, സെന്റൻസിന്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ വേർഡിന്റെ ഫോർമാറ്റ് മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ ഇവിടെ ഉള്ളത്, നമുക്ക് ഇതിന്റെ ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു ഓപ്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുക. ആ ഒരു ഓപ്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ബ്ലാക്ക് മാർക്കർ ആയതുകൊണ്ട് അതിന്റെ താഴത്തെ ലൈന് ബ്ലാക്ക് ആക്കിയതാണ്. ഈ എ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ടെക്സ്റ്റ്, നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിനെ സൂചിപ്പിക്കാനാണ് ആ എ എന്ന് പറയുന്ന അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബോക്സ് വരും. ആ ബോക്സിനകത്ത് ഒരുപാട് കളേഴ്സ് ഉണ്ടാവും. എല്ലാ കളേഴ്സും അവിടെ അവൈലബിൾ ആയിരിക്കും. ആ ബോക്സിൽ ഓരോ ബോക്സിലും ഓരോ കളറുകളായിരിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ, നമ്മളിപ്പോൾ റെഡ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ താഴ്ഭാഗത്തുള്ള ഈ ലൈൻ എന്തായി മാറും, റെഡ് കളർ ആയിട്ട് മാറും. അപ്പൊ റെഡ് കളറായി മാറുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഈ ലെറ്റർ എന്തായിരിക്കും, ആ റെഡ് കളറിലായിരിക്കും അപ്പിയർ ആവുക. ഓക്കെ, അപ്പൊ നമുക്ക് കളർ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഓരോന്നിനും നമ്മൾ ഓരോ കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ അങ്ങനെ മാറ്റി കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ ആവശ്യമുള്ളതിനെ സെലക്ട് ചെയ്തിട്ട് അവിടെ പോയിട്ട് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ കളർ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. യെസ്, ദിസ് ഏരിയ. അപ്പൊ നമ്മൾ ആ എ എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴോട്ട് ഒരുപാട് കളേഴ്സ് വരുന്നു. നമുക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ആ കളർ കോമ്പിനേഷൻ നമ്മൾ ഏത് സെന്റൻസ് ആണോ, വേർഡ് ആണോ, അല്ലെങ്കിൽ എന്തിനെയാണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ കളറും എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ സെലക്ട് ചെയ്ത കളറായിട്ട് മാറും. അപ്പൊ കളർ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് ആയതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ വേർഡ് ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റ് ഹെഡിങ് ഏത് കളറിലാണോ വേണ്ടത്, നമുക്ക് റെഡിലാണ് വേണ്ടെങ്കിൽ റെഡ് കളറിൽ, അതിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്തിലാണ് വേണ്ടത്, അത് നമുക്ക് ബ്ലാക്കിലാണ് വേണ്ടത്, ബ്ലാക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ആവശ്യമുള്ള കളേഴ്സ് ഒക്കെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ടൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇതിൽ പിന്നെ ഒരുപാട് അപ്പർ കേസും ലോവർ കേസും ഒക്കെ ആക്കുന്ന ഒരുപാട് ടൂളുകളുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് ഇതിനെ പഠിക്കാം. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഫോണ്ട് എന്ന് പറയുന്ന ടൂളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളൂ. വീട്ടില് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒക്കെ ഉള്ള ആളുകൾ ഇതെന്ത് ചെയ്യണം, അതിൽ ചെയ്ത് നോക്കണം. ബാക്കിയുള്ള ആൾക്കാർ, അതായത് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടുകയൊന്നും വേണ്ട, അല്ലെങ്കിൽ അച്ഛനും അമ്മയെ നിർബന്ധിച്ച് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒന്നും വാങ്ങിപ്പിക്കുകയൊന്നും വേണ്ട. നമ്മുടെ സ്കൂളിലുണ്ട്. നമ്മുടെ സ്കൂള് നമുക്ക് ഉടൻ തന്നെ തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം. സ്കൂള് തുറന്നാൽ ഉടൻ തന്നെ നമുക്ക് ഇതൊക്കെ ക്ലാസ് റൂമിൽ നമ്മുടെ ലാബിൽ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ചെയ്ത് പഠിക്കണം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ. ബൈ.